വാൽമീകി മഹർഷയേ നമ. ഓം ആഞ്ജനേയായ നമ. ഓം സീതാഭരതലക്ഷ്മണ ഹനുമാൻ സമേതനായ ശ്രീരാമചന്ദ്ര പ്രഭുവേ നമ. ശ്രീരാമ അഭിഷേക വിഘ്നം. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയ പുത്രി വശകതനാകയാൽ ആകുലം ഉള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുക അംബികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തം എന്തീശ്വര നല്ലവണ്ണം വരുത്തേണം എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു. വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുട നാവിന്മേൽ തന്നെ വസിച്ച് അവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ പിരവിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദരതൻ വദനാന്തരെ വാണിടിനാൻ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ തീവക്രയാം കുബ്ജയും മനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൻ. വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയു താനും അവളോടു ചൊല്ലിനാൻ. മന്ദരേ ചൊല്ലൂ നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഗേ മൂടേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ എറിയൊരാപത്തു വന്നടുത്തു നിനക്കൊരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകം അടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗണി മാലിക്യമേ. ഇതം അവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുദ്ധാനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദന നൽകിടിനാൻ. ആദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപഘാതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല. അതിനില്ല ഒരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിൽ ആരെയുമില്ല മറ്റവർക്ക് നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമനെ സ്നേഹിക്കമെനിക്കേറും. നല്ലു മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലി കാലം തുൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതനുപരുമതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിൽ അതിനൊരുപായവും പ്രാണസമേ തവ ചൊല്ലി തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രൻ നർത്തിക്കയാൽ മനവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യ സമം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വെണ്ണിലകമ്പുക്കു സന്നദ്ധനായി ചെന്നസുരനോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം
പോരില്ലെന്നതറിഞ്ഞതും ഇല്ല ദശരഥൻ. സത്വരം കീലരത്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ട് അതിസന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം, നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൻ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര, ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നിബലാൽ ഈശ്വരാജ്ഞയാ. എവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാൻ. ക്രോധാലയം പ്രവേശിത്തതിന്മൂലം ഏതും അറിഞ്ഞീല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിൻ തിരുവടി ദേവിതൻ ചിത്തം അനുസരിച്ചിടുക വൈകാതെ എന്നത് കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങ് അരികത്ത് ഇരുന്നു സസംഭ്രമം മന്ദം മന്ദം തലോടി പ്രിയേ സുന്ദരീ ചൊല്ലെന്തിതു വല്ലഭേ നദേ. വെറും നിലത്തുള്ള പൊടിയണി താകതങ്കമൂടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ. ഖേദമുണ്ടായതെന്നോട് ചൊൽകടോ, മൽപ്രജാവൃന്ദമായുള്ളവർ ആരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കേടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരും ഒരു വിപ്രയം ചെയ്തതു വല്ലഭേ. എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നും മരണം എനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണായവനിയിൽ വജ്രമറ്റേ ദ്രിപതിച്ച പോലെ ഭൂവി സജ്വരചേതസ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ, ദുസ്വപ്നമാകന്ത കാണുകയോ ഞാനിക ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യുസമയമുപസ്ഥിതമാകയോ. കിമേതൽകൃതം ശങ്കരാ ദൈവമേ പങ്കജലോചന പരബ്രഹ്മമേ. വ്യാക്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കേകയി തന്മുഖം നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവം മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നതു ഭദ്രേ, നീ എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം. എന്നോടു രാവഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലില്ല ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം.
നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ. രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാകാ. ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിടേനാൻ. ചന്ദ്രിക സുന്ദരമന്ദസ്മിതാഭയും കുന്തമുകുള സമാനദന്തങ്ങളും ബന്ധുകസൂന സമാനാധരാഭയും കന്ധരാരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുതരവും സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി നിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും ധനുമധ്യവും കുംഭീകുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിടുമൊരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംഭോജപാണനിഷങ്കാഭജങ്കയും കമ്പം കലർന്നു കമടപ്രവരനു കുമ്പിടുന്നൊരു പുറപടി ശോഭയും അംഭോജതുല്യമാമൃതലങ്ങളും ജംഭാരി രത്നം തൊഴും തിരുമേനിയും ഹാടകടകവലയാങ്കുലീയാദി ചാരുതരാഭരണാവില്ലിയും പൂണ്ടു വാരണ വീരൻ കഴുത്തിൽ നിറത്തോടു ഗൗരാഹതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രം മൂത കാണായി വരുന്നു നമുക്കിനി എന്നിതം മനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ശുണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദ നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത് വിഷാദമോട ഉത്സുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്ത് ആനന്ദപൂർണാമൃതാദിയിൽ വീണു മുഴുകിയും പിന്നെ പൊങ്ങിയും വാണിടിനാൻ പുരവാസികളാദരാൽ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. സംഭുജരായ സജ്ജനങ്ങളെ, അങ്ങനെ അയോധ്യയിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന നേരത്താണ് നമ്മുടെ നാരദൻ വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. രാമസീത തത്വം പറയുന്നു. അപ്പോൾ പറയാണ്, ശ്രീരാമൻ്റെ ആ പട്ടാഭിഷേകം വേണം. അങ്ങനെ വസിഷ്ഠരെ വിളിച്ചു. എന്തായാലും ശരി, രാജ്യത്തിനൊരു അനന്തരാവകാശി വേണ്ടേ. അപ്പോൾ ശ്രീരാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ പറയണം. എല്ലാ അയോധ്യയിലുള്ള എല്ലാവരും തന്നെ ആ ശ്രീരാമനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരാ അറിയോ? കൈകേയിയാണ്. കൈകേയിക്ക് ഒരു നല്ലതെന്ത് കിട്ടിയാലും കൈകേയി കൊടുക്കുക എന്നറിയോ? ശ്രീരാമനെ കൊടുക്കുക. അതാണ് പ്രത്യേകത. അങ്ങനെയുള്ള ആ കൈകേയിയുടെ മനസ്സ് മാറുന്നൊരു സംഭവമാണ് ഇനി വരാൻ പോണേ, അഭിഷേക വിഘ്നം. അഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചപ്പോൾ മന്ധര എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലതിനെ പുറകോട്ട് വലിക്കുന്ന, അതായത് ആലസ്യം എന്ന് തന്നെ പറയാം, അതന്നെയാണ് മന്ധര. മന്ധര കൈകേയിയുടെ അടുത്ത് പോവുകയാണ്. ഈ മൂഢേ, നീ ഇവിടെ എന്തിനാ ഒരുങ്ങിക്കിടക്കുന്നത്? നിനക്കറിയോ നാളെ ഇവിടെ അഭിഷേകം നടക്കാൻ പോവാ ശ്രീരാമചന്ദ്രൻ്റെ. അയ്യോ സന്തോഷായി, എൻ്റെ ശ്രീരാമൻ്റെ അഭിഷേകം. ആഹാ, അപ്പം നീ എങ്ങനെയാ പറയണത്?
ശ്രീരാമൻ ഇവിടെ രാജാവായി കഴിഞ്ഞാൽ നിന്റെ മകൻ ഭരതൻ ഒന്നുമല്ലാണ്ടേ തീരും, നീ കൗസല്യയുടെ ദാസിയായിട്ട് മാറും. ഇങ്ങനെ ആ നല്ലതായ മനസ്സിനെ തെളിഞ്ഞു കിടക്കുന്ന വെള്ളത്തിലേക്ക് ഒരു തുള്ളി കലങ്ങുവെള്ളം ഒഴിച്ച മാതിരി, നല്ല പഞ്ചസാര പായസത്തിലേക്ക് ഒരു തുള്ളി മണ്ണെണ്ണ ഒഴിച്ച മാതിരി ആ കൈകേയിയുടെ മനസ്സിലേക്ക് മന്ദരയുടെ വാക്കുകൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു നിമിഷം മന്ദര ചിന്തിക്കുക, അത് ശരി, അങ്ങനെയാണല്ലേ. അപ്പം നമുക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാവാം, എന്തിനാണ് മന്ദര ഇങ്ങനെ പറയാൻ കാരണം? കൈകേയിക്ക് ഏറ്റവും ഇഷ്ടം ശ്രീരാമനെയാണ്. കൈകേയിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വസ്ത്രം കിട്ടിയാലും അത് ശ്രീരാമനെ കഴിച്ചേ ഭരതനുള്ളൂ. അവിടെ ഒരു വിവേചനമില്ല. പക്ഷേ ഇത് പെട്ടെന്ന് കൈകേയിക്കും തോന്നുകയാണ്, എങ്ങനെയാണോ മന്ദര, ഇപ്പം നമ്മളൊക്കെ പറയും ഈ മന്ദരയുടെ വാക്കില്ലെങ്കിൽ രാമായണമില്ല, അഭിഷേക വിഘ്നം വന്നില്ലെങ്കിൽ രാമായണം. ആലോചിച്ച് നോക്കൂ, ഓരോ സന്ദർഭം ഈ രാമായണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതിൻ്റെ തത്വം മനസ്സിലാക്കി ജീവിക്കാൻ ഒരു 10-21 കഥാപാത്രങ്ങളെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണത്. അപ്പം നമുക്കൊക്കെ ഒരു സംശയം തോന്നാം, ഈ മന്ദര എന്തിനാ ഇത് ചെയ്തേ? മന്ദര ചെയ്തതിൽ എന്താ തെറ്റ്? മന്ദരയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. 40-40 വർഷമായിക്കൊണ്ട് കൈകേയിയുടെ ഉറ്റതോടിയായി എന്നുള്ള മന്ദരയ്ക്ക് എന്താ ഉണ്ടാവുക? കൈകേയിയുടെ പുത്രൻ രാജാവായാൽ കൈകേയി രാജ്ഞിയല്ലേ, അപ്പം ഞാൻ അവിടെ ആരായിരിക്കും? ആർക്കും തോന്നാവുന്നൊരു കാര്യമല്ലേ. 40 വർഷം കൈകേയിയുടെ ഒപ്പം നിന്ന മന്ദരയ്ക്ക് കൗസല്യക്കാറ്റും ഇഷ്ടം ആരോടാ? കൈകേയിയോടാണ്. അപ്പം മന്ദരയുടെ ഭാഗത്ത് തെറ്റില്ല. അപ്പം കൈകേയിയുടെ പറഞ്ഞു വയ്ക്ക് ചോദിച്ചു, അഭിഷേക വിഘ്നം നടണം, അപ്പോഴാണ് നിന്റെ ഭരതനെ രാജാവാക്കണം. അതിന് ഞാൻ എന്താ ചെയ്യാം? അതിനും വഴിയുണ്ട്. ഈ ദശരഥ മഹാരാജാവ് യുദ്ധത്തിന് പോകുമ്പോൾ സാധാരണ ഈ സ്ത്രീകളെ യുദ്ധത്തിന് കൊണ്ടുപോകാറില്ല. അവിടെ ദശരഥന് പറ്റിയൊരു വീഴ്ചയാണ്. ഒരു ദിവസം കൈകേയിയെ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. ഈ ഝാൻസി റാണി തന്നെയാണ്, ഈക്വൽ ടു ഝാൻസി റാണിയാണ് നമ്മുടെ കൈകേയി. അപ്പം കൈകേയി യുദ്ധം നല്ല പാടവാ, യുദ്ധം നയിക്കാൻ നല്ല കഴിവുള്ള സ്ത്രീയാണ് കൈകേയി. അപ്പം കൈകേയിയെ കൊണ്ടുപോയതോ തെറ്റ്? ആലോചിച്ച് നോക്കണം. കൈകേയിയെ യുദ്ധത്തിന് കൊണ്ടുപോയില്ല വെച്ചാൽ രാമായണമില്ല. ആലോചിച്ച് നോക്കൂ, കൈകേയിയെ യുദ്ധത്തിന് കൊണ്ടുപോയില്ല വെച്ചാൽ രാമായണമില്ല. കൈകേയിയെ യുദ്ധത്തിന് കൊണ്ടുപോയപ്പോൾ ആ രഥത്തിൻ്റെ ആണി അങ്ങോട്ട് പോന്നപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ വിരൽ വെച്ച് കൊടുക്കുകയാണ് ആണിക്ക് പകരമായിക്കൊണ്ട്. തൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ആ കൈകേയിയോട് അപ്പം തന്നെ തോന്നി ദശരഥന്, കൈകേയി നിന്റെ ആ പ്രയോഗമില്ലെങ്കിൽ ഞാനില്ല, നിനക്ക് 2 വരം ഞാൻ തരാമെന്ന് പറയാണ്. എന്താണ് 2 വരം? അപ്പം കൈകേയി എന്ത് പറഞ്ഞു? അതെനിക്ക് ഇപ്പം വേണ്ട, അത് ഞാൻ ആവശ്യമാകുമ്പോൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊന്നും നമ്മൾ വലിയൊരു പാഠം പഠിക്കാനുണ്ട്. നമ്മൾ നമ്മുടെ ഭാര്യമാരോടൊക്കെ ചെന്നിട്ട് ഈ നിനക്ക് ഞാനൊരു പോത്തി സാരി മേടിച്ച് തരാം, നിനക്ക് ഞാനൊരു 916 തരാം എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നേക്കാക്കണ്ട കേട്ടോ. കാരണം എന്താ അറിയോ, അത് അപ്പം കൊടുക്കുന്നതാ ബുദ്ധി. പിന്നെ 1 രൂപ ഇല്ലാത്ത സമയത്താണ് നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പോത്തി സാരി മേടിച്ച് തരാമെന്ന്. അപ്പം നിത്യജീവിതത്തിലേക്ക് നല്ലൊരു പാഠമായത്. കാരണം എന്താ വെച്ചാൽ ആ 2 വരം ചോദിക്കാനാ പറഞ്ഞേ, പണ്ട് തന്നിട്ടുള്ള 2 വരം. ആ 2 വരത്തിന് പുതിയ സമീപനം ഇവിടെ വന്നു. അന്ന് 2 വരം ചോദിച്ചാൽ ഈ ഭാവിയിലെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഈ 2 വരം ആവശ്യപ്പെടാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഒന്ന് ശ്രീരാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം എന്നാ, ഭരതനെ രാജാവായി വാഴിക്കണം എന്നും. ആലോചിച്ചു, ഭരതനെ രാജാവായി വാഴിക്കണം എന്നും ശ്രീരാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം. അപ്പം അന്ന് ആ സമയത്ത് തന്നെ ഈ വരം കൊടുക്കുകയാണെങ്കിൽ ഇത് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് നിത്യജീവിതത്തിൽ ഭർത്താക്കന്മാരൊക്കെ ചിന്തിക്കുക, ഭാര്യമാർക്കൊക്കെ വല്ല കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് അപ്പം കൊടുത്തോളൂ, ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് ദോഷമായിട്ട് വരും.
ആ 2 വരം ചോദിക്കാനാ മന്ദര ആവശ്യപ്പെട്ട്. അപ്പം ആലോചിച്ച് നോക്കൂ ആ വ്യവസ്ഥിതി. അപ്പം ദശരഥ മഹാരാജാവ് നോട് നീ ഇത് പറയണം എന്നാണ് മന്ദര പറഞ്ഞത്. അപ്പോഴും കൈകേയിക്കൊരു സംശയം, വേണോ, നീ വേണം, നീ പറയണം എന്നാണ്. അങ്ങനെ കൈകേയി ചെല്ലുക ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത്. എന്തേ? കാരണം കൈകേയി ഇവിടെ എന്ത് സുന്ദരിയാറിയോ, കുട്ടികളില്ലാത്ത സമയത്ത് അത്രയും സുന്ദരിയായിരുന്നു കൈകേയി. യുദ്ധപാടവത്തിൻ്റെ എല്ലാം അറിയുന്ന വ്യക്തിയാണ്. അപ്പം കൈകേയി ഇതങ്ങോട്ട് ആവശ്യപ്പെട്ടോടുകൂടി ദശരഥ മഹാരാജാവ് ഞെട്ടിപ്പോയി. ചോദിച്ചു, ഭരതനെ രാജാവാക്കണമെങ്കിൽ എന്തിനാ കുട്ടി ശ്രീരാമചന്ദ്രനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം? നല്ലൊരു ചോദ്യമാണ്. തൻ്റെ മകനെ രാജാവാക്കിയാൽ പോരെ, എന്തിനാ കാട്ടിലേക്ക് പറഞ്ഞയക്കണത്? അതിനും കാരണമുണ്ട് എന്നാണ്. അതായത് തിരി രാമചന്ദ്രൻ ഇവിടെ രാജാവാവരുതേ, കുടിക്കടപ്പവകാശം പണ്ട് 13 അല്ല ഇപ്പോൾ 13 തോന്നുന്നു. അപ്പോൾ 13 വർഷം നമ്മളൊരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുകൊടുക്കണ്ട, അതന്നെയാണ് കുടിക്കടപ്പവകാശി. അപ്പോൾ ശ്രീരാമചന്ദ്രനെ 14 വർഷം കാട്ടിലേക്ക് അയച്ചാൽ തിരിച്ച് വന്നാൽ സല്യൂട്ട് അടിക്കാം, ഓക്കെ, സ്ഥലം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അന്നുണ്ട് ഈ കുടിക്കടപ്പവകാശം. അപ്പോൾ അത് പറയാനാണ് പറഞ്ഞത്. അങ്ങനെ ആ കൈകേയി ആ വരം വാങ്ങുകയാണ്. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.